അതുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മദേവനുള്ള ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആര്? അവനവൻ്റെ പണിയെടുക്കുന്നവനെ, മര്യാദയ്ക്ക് എടുക്കുന്നവനെ, മനുഷ്യജന്മത്തിൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എടുക്കുന്നവനെ ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നു. അല്ലാത്തവനെയോ 7 തലമുറ അവന് നശിച്ചു പോകുന്നു. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. ശ്രദ്ധിക്കുക. നമ്മളെ ഒരാൾ ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ബ്രഹ്മലോകത്തിലേക്കാണ് കൊണ്ടുപോകണത്. പക്ഷെ ആ കൊണ്ടുപോകാൻ വന്ന ആൾ ഒന്നും മിണ്ടണില്ലെങ്കിലോ, ഒന്നും ചിരിക്കണില്ല, ഒരു വർത്തമാനവും പറയണില്ല എന്ന് പറഞ്ഞാൽ വല്ല സുഖമുണ്ടോ? ഇല്ല. ഇതല്ല, ഇത് നമ്മൾ രസിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടുപോകണത്. ഏഹീതമാഹുദയ സുവർച്ചസ സൂര്യസ്യ രശ്മിഭിർയജമാനം വഹന്തി പ്രിയാം വാചമഭിവദന്ത്യോർച്ചയന്ത്യ ഏഷവഃ പുണ്യ സുകൃതോ ബ്രഹ്മലോകഃ. ഏഹീതിതമാഹുദയ സുവർച്ചസ സൂര്യസ്യ രശ്മിഭിർയജമാനം വഹന്തി പ്രിയാം വാചമഭിവദന്ത്യോർച്ചയന്ത്യ ഏഷവഃ പുണ്യ സുകൃതോ ബ്രഹ്മലോകഃ. അപ്പോൾ നമ്മൾ മനസ്സ് കാണാൻ സാധിക്കണേ, സൂര്യൻ്റെ രശ്മികൾ നമ്മളെ കൊണ്ടുപോവുക. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ബ്രഹ്മലോകത്തിലേക്ക്. ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അതിനിപ്പോൾ ടിക്കറ്റ് കൊടുക്കണ്ട, സങ്കല്പിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതായ സൂര്യൻ്റെ രശ്മികളാണ്, സൂര്യസ്യ രശ്മിയാണ് പറഞ്ഞത്. ഈ സൂര്യരശ്മികൾ നമ്മോട് നല്ല വർത്തമാനം പറയുക. ഏഹി ഏഹി വരൂ വരൂ. എന്ത് സുഖാത്. ഏഹി ഏഹി വരൂ വരൂ, നീ വരൂ നീ വരൂ എന്ന് വിളിക്കുക. എന്നിട്ട് ചില സ്ഥലത്തേക്കൊക്കെ വല്ല വാഹനത്തിനൊക്കെ പോകുമ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു അക്ഷരവും ഉണ്ടാണ്ട് അയാളുടെ പണിയെടുത്താൽ ഒരു സുഖമല്ല. നാട്ടു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ്. എത്ര കേമത്തുണ്ടായിട്ടും കാര്യമില്ല, അവർ മുണ്ടുകയും തമാശയൊന്നും ഇല്ലെങ്കിൽ. ഇതുവരെ പറയാണ് ഏഹി ഏഹി വരൂ വരൂ. ഇത് ആരായി വരണമെന്നറിയോ? നേരത്തെ പറഞ്ഞു സൂര്യൻ്റെ രശ്മികളാ പറഞ്ഞു. വാസ്തവത്തിൽ ഇതാരാണ്? സൂര്യരശ്മികളായിട്ട് രൂപം വന്നിരിക്കുക, പ്രാപിച്ചിരിക്കുക. തം ആഹുതയ സുവർച്ചസഹ, അവൻ നൽകിയ ആഹുതികളാണ് ദീപ്തഭാവത്തോടു കൂടി ഇപ്പം അവനെ കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ചെയ്ത നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് ഉത്കൃഷ്ടഗതിയെ തരുന്നത്. അല്ലാണ്ട് ദൈവത്തിന് നമ്മളോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടല്ല. നമ്മൾ ചെയ്ത സൽക്കർമ്മം അതാണ് മൂർത്ത രൂപത്തെ സ്വീകരിച്ച് നമ്മളെ ഫലസിദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തൊരു വലിയ ആശയം നോക്കൂ. അതാണ് ആഹുതയ, ആഹുതികൾ. ഏതാഹുതികൾ? നമ്മളാൽ മുൻപ് സമർപ്പിക്കപ്പെട്ട ആഹുതികൾ. സുവർച്ചസഹ, നല്ല തേജസ്സോടു കൂടിയവയായി തീർന്ന്, സുവർച്ചസ്സോടുകൂടി നല്ല തേജസ്സോടൊത്തവയായി ഒരു ബോധം കെടുത്തണ മരുന്ന് വേണം ഇവിടെ. സുവർച്ചസഹ, നല്ല തേജസ്സോടു കൂടിയവയായി തീർന്ന് സൂര്യരശ്മിഭിഹി, സൂര്യസ്യ രശ്മിഭിഹി, സൂര്യരശ്മിഭിഹി, സൂര്യരശ്മികളെ കൊണ്ട്, സൂര്യരശ്മികളോടുകൂടെ യജമാനം വഹന്തി, യജമാനനെ കൊണ്ടുപോകുന്നു, വഹിക്കുന്നു, എടുത്തു കൊണ്ടുപോവുക. നടക്കൊന്നും വേണ്ടവൻ, ഒക്കെ അവരായിക്കോളും, ഒന്നും നമ്മൾ നോക്കണ്ട. സൽക്കർമ്മങ്ങൾ ചെയ്തേച്ചാൽ മതി, ബാക്കിയാണ് നമ്മൾ കൊണ്ടുപോയിക്കോളും. വഹന്തി. എങ്ങനെയാ കൊണ്ടുപോണത്? പ്രിയാം വാചമഭിവദന്ത്യഃ, വളരെ പ്രിയകരങ്ങളായ വാക്കുകളെ പറഞ്ഞുകൊണ്ടാണ്. നിർത്തുന്നില്ല, അവൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല പ്രിയങ്ങളെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് സുഖാന്നറിയോ, നിനക്ക് അങ്ങനെ സ്വീകരണം കിട്ടും, ഇങ്ങനെ സ്വീകരണം കിട്ടും, നീ ആൾ മിടുക്കനാണ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചിട്ട്, ഞാൻ മിഠായി വാങ്ങിത്തരാം, അല്ലേ, എന്തൊക്കെയാണോ വഴിയിൽ വേണ്ടത് അത്, ചോക്ലേറ്റ് തരാം, അത് ഇത് ഒക്കെ പറഞ്ഞിട്ട് പ്രിയങ്ങളായ വാക്കുകളെ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോവുക.
അത് തന്നെ ഒരു സുഖ അല്ലേ? അതെ. പോരെങ്കിൽ അർച്ചയന്ത്യ, ഈ കൊണ്ടുപോകുന്നവനെ അർച്ചിക്കുകയും ചെയ്യും, അവർ പൂജിക്കുകയും ചെയ്യും. അവൻ പണ്ട് ഇവരെ പൂജിച്ചു, ഇപ്പം അവരിവനെ പൂജിക്കുക. അർച്ചയന്ത്യ, പൂജിക്കുന്നവരായിട്ട്, പ്രിയങ്ങളായ വാക്യങ്ങളെ പറയുന്നവരായിട്ട് കൊണ്ടുപോകും. അങ്ങനെ യാത്ര ചെയ്ത് എത്തും. എവിടെ എത്തും? ബ്രഹ്മലോകത്തിലെത്തും. എത്തുമ്പം പറയുകയാണ് ഏഷഃ വഹ പുണ്യഃ സുകൃതഃ ബ്രഹ്മലോകഃ. ദാ ഇതാണ് നിന്റെ സുഹൃതത്തിൻ്റെ ഫലമായിട്ടുള്ള ബ്രഹ്മലോകം. എത്തിക്കഴിഞ്ഞു, ഇനി പോയിക്കോ, കഴിഞ്ഞു. അപ്പോൾ അത് ശരി, മോശമുള്ളത് അർത്ഥവാദമായിട്ട് എടുക്കാം, നല്ലത് അർത്ഥവാദമായിട്ട് എടുക്കണ്ട. 7 തലമുറ നശിക്കും എന്നുള്ളത് അർത്ഥവാദമാണ്. ഇത് ബ്രഹ്മലോകം കിട്ടുന്നുള്ളത് അങ്ങനെ എടുക്കരുത്, ഇല്ലേ? ഒന്നെടുക്കാൻ ഞാൻ മറ്റു കൊടുക്കണം. ശരി. അപ്പോൾ ഏഷവഹ പുണ്യഃ സുകൃതഃ ബ്രഹ്മലോകം, ഇതാണ് നിന്റെ സുകൃതമായ ബ്രഹ്മലോകം. നീ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലരൂപമാണ് ഇപ്പം നിനക്ക് കിട്ടിയിട്ടുള്ള ബ്രഹ്മലോകം എന്നും പറഞ്ഞ് നമ്മളെ അവിടെ എത്തിക്കും. വ്യക്തമാണല്ലോ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ബ്രഹ്മലോകത്തിലെത്തി. അപ്പം 2 സാധ്യതയാണ് കർമ്മമാർഗത്തിൽ. ഒന്ന്, വിധിപ്രകാരം ചെയ്തില്ലെങ്കിൽ അധഃപതനം. ആ അധഃപതനം തനിക്ക് മാത്രമല്ല, തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അധഃപതനം. നമ്മൾ വീടിന് തീയിട്ടത് നമ്മൾ തന്നെയാണ്, എങ്കിലും അതിൽ വെന്ത് മരിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കില്ല, എല്ലാം മൊത്തം. അതിനാണല്ലോ വീടിൻ്റെ പറഞ്ഞില്ലേ, നമ്മളെ ചുറ്റുപാട് മുഴുവൻ ക്ഷയിക്കും. എന്നാൽ നമ്മൾ തന്നെ സൽക്കർമ്മം ചെയ്താലോ അതിൻ്റെ മഹത്തായ ഫലം അനുഭവിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുകൃതവും ദുഷ്കൃതവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത്, സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒരു സാഹചര്യത്തിൽ ഒത്തുകൂടും. ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മഫലമാണ്, അച്ഛൻ്റെ കർമ്മഫലമല്ല, അമ്മയുടെ കർമ്മഫലമല്ല, ആരുടെയും കർമ്മഫലമല്ല. പക്ഷേ ഏത് കർമ്മസഞ്ചയമാണോ എൻ്റെ കയ്യിലുള്ളത് അതിനനുസൃതമായ അനുഭവം ഭുജിക്കേണ്ടടുത്ത് ഞാൻ എത്തിപ്പെടും. അത്തരം കുടുംബങ്ങളിൽ വന്നുപെടും, അത്തരം സാഹചര്യങ്ങളിൽ വന്നുപെടും, അത്തരം ചുറ്റുപാടുകളിൽ വന്നുപെടും. എങ്ങനെയാണ് വന്നുപെടുക പറയാൻ പറ്റില്ല, അത്ഭുതകരമാണത്. അപ്പോൾ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒത്തുകൂടും. അത് മര്യാദയാണ്, അത് വസ്തുതയാണ്. ചിലപ്പോൾ തട്ടി മാറ്റണതൊക്കെ അത്ഭുതം വരും നമുക്ക്. ടിക്കറ്റ് എടുത്തിട്ട് കയറാണ്ട് പോണതും ആ വണ്ടി അപകടത്തിൽ പെടുന്നതും ഒക്കെ എവിടെ ഒരാവശ്യമില്ലാണ്ട് വന്ന് കയറി ആ അപകടത്തിൽ പോയി പെടുന്നതും. ഒരുത്തൻ ബലാത്സംഗം ചെയ്തു അത്രേ, നമുക്കറിയില്ല, ചെയ്തോ ഇല്ലയോ എന്ന് അവർക്കല്ലേ അറിയുള്ളൂ. വേറൊരുത്തൻ സമർത്ഥിക്കാൻ പോയി ഇത്രേ, ജയിലിൽ കിടന്നതാരാ? ചെയ്തവന് ജയിലില്ല, സമർത്ഥിക്കാൻ പോയവന് ജയിലിൽ. എന്തൊരു കഷ്ടത്! വല്ല ആവശ്യമുണ്ട്? അവൻ അവിടെ കണ്ട് പോയി ഇരുന്നാൽ പോരായിരുന്നോ? മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ പോരായിരുന്നു. അപ്പോൾ ഈ ജയിൽവാസം ആരുടെ കർമ്മത്തിൻ്റെ ഫല? ഇവൻ്റെ കർമ്മത്തിൻ്റെ ഫല, മറ്റവൻ്റെ കർമ്മത്തിൻ്റെ ഫല അല്ല. ഇവന് വല്ല ആവശ്യമുണ്ടോ അവൻ്റെ കയ്യിൽ പോയി തലടണ്ടേ? അവൻ ബലാത്സംഗം ചെയ്യുന്നത് അവന് നന്നായി, അവൻ ബലാത്സംഗം ചെയ്യുന്നത് അവന് നന്നായി എന്ന് വിചാരിച്ചാൽ പോരെ? അതിൽ പോയി ഞാൻ തലടണോ? ഞാൻ തലയിട്ട് എനിക്കാ ജയിൽ കിട്ടിയത്. എന്തൊരു കഷ്ടം! ഒരു കാരണവുമില്ല. ഇത് തന്നെയാണ് ഇത് മനസ്സിലാക്കിയാൽ മതി. സമാന അനുഭവം വേണ്ടവർ ഒത്തുചേരും എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ ചോദ്യം വരില്ല. ആ ആ ആ
നമുക്കറിയോ അയാളുടെ പൂർവ്വ കർമ്മസഞ്ചയത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയോ? അയാൾക്ക് ജയിൽവാസത്തിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് അയാൾ ജയിൽ വസിച്ചത്. അയാൾക്ക് കുറ്റാരോപിതനാകാനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ് അയാൾ കുറ്റാരോപിതനായത്. അത് അയാളെ മനസ്സിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ദുഃഖാനുഭവം അനുഭവിക്കാനുള്ള യോഗ്യത അയാൾക്കുണ്ട്. ഈ ജന്മത്തിലില്ലേ, കഴിഞ്ഞ ജന്മത്തിലുണ്ട്. കാരണം കാര്യകാരണ ബന്ധത്തെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല, നിരസിക്കാൻ പറ്റില്ല. കാര്യമുണ്ടോ? കാരണമുണ്ട്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളുണ്ട്, എത്രയോ ഉണ്ട്, ഒരുപാടുണ്ട്. ഒരു ചോദ്യം ഇപ്പം ഇല്ല. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹ്രസ്വദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ദീർഘദൃഷ്ടിയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. അത്രേ പറയാൻ പറ്റൂ. അല്ലാണ്ടെന്താ? ഹ്രസ്വദൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ മര്യാദയനുസരിച്ച് അത് ഏറ്റവും തെറ്റാണ്. ലോകമര്യാദയനുസരിച്ച് ഏതായാലും ഇപ്പം കേമായി ബ്രഹ്മലോകത്തിലെത്തി. അതും നല്ല നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടുപാടി നല്ല സംഗീതമൊക്കെ കേൾപ്പിച്ച് ഇല്ലേ. ഇവിടുന്ന് കോഴിക്കോട് വരെ പോവാണ്, എന്തായാലും പോകണം. വാഹനത്തിൽ പോവാണ്, കാർ ഓടിക്കണം. എന്നാൽ പിന്നെ ബാലമുരളീകൃഷ്ണൻ്റെ പാട്ടും കൂടി കേട്ട് പോയാൽ സുഖമല്ലേ? അല്ലേ? എന്താ കുഴപ്പം? അതിങ്ങനെ പാട്ടൊക്കെ കേട്ട് പോയാൽ ഒരു സുഖം. ഇടയ്ക്കൊരു കട്ടൻ ചായ കൂടി കുടിച്ചാലോ, അതിനേക്കാൾ കേമായി. ഇതുപോലെ വേണ്ടതൊക്കെ തന്ന് അവർ സന്തോഷമായിട്ട് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് സ്വാമീനെ പോലെ നല്ല ആളില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോയാൽ ഒരു സന്തോഷം. അതാണ് ബ്രഹ്മലോകത്തിൽ സന്തോഷമായിട്ട് എത്തി. ഏഷവ, ഇത് വേറൊരുത്തരും കിട്ടേണ്ടതല്ലത്, നിനക്ക് കിട്ടേണ്ടതാണത്. നിനക്ക് കിട്ടേണ്ടതാണ് ഈ ബ്രഹ്മലോകം, സുഹൃതമാണിത് എന്നും പറഞ്ഞ് കഴിഞ്ഞു പറ്റുക. അപ്പം നമ്മൾ വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ അവസ്ഥ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട. ഇത് ബ്രഹ്മലോകത്തിലേക്ക് എത്തിയില്ലേ? അപ്പോഴാണ് ഉപനിഷത്ത് പറയണത്, പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതശ്രേയോ യേഭിനന്ദന്തി മൂഢാഃ ജരാമൃത്യും തേ പുനരേവാപിയന്തി. പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപാഃ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ ഏതശ്രേയോ യേഭിനന്ദന്തി മൂഢാഃ ജരാമൃത്യും തേ പുനരേവാപിയന്തി. ഏതേ പ്ലവാഹ അല്ലെങ്കിൽ ഏതേ യജ്ഞരൂപാഃ പ്ലവാഹ ഹി അദൃഢാഃ. ഏതേ ഇവ ആര്? യജ്ഞരൂപാഃ പ്ലവാഹ, യജ്ഞരൂപങ്ങളായ പ്ലവങ്ങൾ, യജ്ഞരൂപത്തിലുള്ള പ്ലവങ്ങൾ. പ്ലവം പൊങ്ങിക്കിടക്കണത് തോണി, ബോട്ട്, ചങ്ങാടം, കപ്പൽ ഒക്കെ പ്ലവങ്ങളാണ്, ജലത്തിൽ പൊങ്ങിക്കിടക്കണത്. അപ്പം നമുക്ക് മറുകര കടക്കാനുള്ളതാണ് പ്ലവം, ജലരാശിയുടെ മറുകര കടക്കാനുള്ളതാണ് പ്ലവം. അപ്പോൾ സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ അഥവാ കുത്തിയൊഴുകുന്ന, കൂലം കുത്തിയൊഴുകുന്ന നദിയുടെ മറുകര കടക്കാനുള്ള പ്ലവം എന്ന നിലയ്ക്ക് നോക്കിയാൽ ഏതേ യജ്ഞരൂപാഃ പ്ലവാഹ, ഈ യജ്ഞരൂപത്തിലുള്ള പ്ലവങ്ങൾ അദൃഢാഃ, ശക്തിയില്ലാത്തവയാണ്,
സംസാര നദിയുടെ കുറുകെ കടക്കാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല. നിങ്ങൾ കയറി വന്നാൽ ബ്രഹ്മലോകത്ത് പോയിരിക്കാം, പരമാനന്ദം നേടാം, പക്ഷേ അത് മോക്ഷമല്ല. പുണ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സംസാര ദുഃഖങ്ങളുടെ മറുകരയ്ക്ക് പോകാൻ ഈ യജ്ഞങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അദൃഢാഹ. ഇതാണ് ആചാര്യൻ്റെ ഉപദേശ രീതി. ഇങ്ങനെയാണ്. എന്തൊക്കെ കേമത്തരം പറഞ്ഞു ഇപ്പോൾ അതൊക്കെ പൊളിച്ചു. അദൃഢായ, ഇത് അദൃഢങ്ങളാണ്, ഒട്ടും ദൃഢമല്ല. അതിൽ കയറിയാൽ മറുകര എത്തില്ല, ഉറപ്പാ, ഒക്കെ പൊട്ടിപ്പോകും. അഷ്ടാദശോക്തം അവരം യേശു കർമ്മ. യേശു യാവയിൽ അഷ്ടാദശോക്തം അവരം കർമ്മ. 18 ചേർന്ന് പറയപ്പെട്ട ശ്രേഷ്ഠതയില്ലാത്ത കർമ്മങ്ങൾ ചേർന്നതാണിത്. 18 ചേർത്ത് പറയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു യാഗനിർവഹണത്തിന് 18 പേര് വേണം. 16 ഋത്വിക്കുകളും യജമാനനും പത്നിയും. യജമാനനും പത്നിയും 2, ഋത്വിക്കുകൾ 16. ആ ഋത്വിക്കുകളിൽ ഒരാൾ ബ്രഹ്മനായിരിക്കും, ഒരാൾ ബ്രഹ്മൻ. ബാക്കി 15 പേര് അതിൽ ഹോതാക്കളുണ്ടാവും, അധ്വര്യം ഉണ്ടാവും, ഉദ്ഗാതാവ് ഉണ്ടാവും. അത് ഓരോ യാഗത്തിനും അവർ കർമ്മങ്ങളൊക്കെ വിഭജിച്ചിട്ടുണ്ടാവും. ഒന്നും ചെയ്യാണ്ട്, ഒന്നും അറിയാത്ത ഒരാളെ പോലെ ഇരിക്കുന്ന ആളാണ് ബ്രഹ്മൻ. പക്ഷേ ബ്രഹ്മൻ ഓം എന്ന് പറഞ്ഞാലേ യാഗം തുടങ്ങുള്ളൂ. ഇയാളുടെ വിശേഷം ഒരു ബ്രഹ്മനായിട്ടിരിക്കണമെങ്കിൽ 4 വേദം അറിയുന്ന ആളായിരിക്കണം, എന്നാലേ ബ്രഹ്മനായിട്ടിരിക്കാൻ പറ്റൂ. ഉദ്ഗാതാവ് വല്ലതും തെറ്റിച്ചാൽ അപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റണം. അധ്വര്യ വല്ലതും തെറ്റിച്ചാൽ അപ്പം കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഹോതാവ് എന്തെങ്കിലും തെറ്റിച്ചാൽ അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അത്രയും അറിവുള്ള ആളാണ്. അയാളാണ് ഒന്നും മിണ്ടാണ്ടിരിക്കണത്, ഒന്നും ചെയ്യാണ്ട് ഒരു ഉയർന്ന ആസനത്തിൽ അവിടെ ഇരിക്കും. അപ്പുറത്ത് യജമാനും പത്നി ഇരിക്കും. ഇങ്ങനെയാണ് ഒരു യാഗശാലയിൽ നടക്കുക. ഇങ്ങനെ 18 ഘടകങ്ങൾ ചേർന്ന് പറയപ്പെട്ട യാഗം സംസാര സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാൻ തോണി കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട്? അത് അദൃഢമാണ്, അതിനുള്ള ശക്തിയില്ല. എന്നാൽ പിന്നെ നമുക്ക് കാര്യം ചെയ്യാം, അത് വേണ്ടാച്ചിട്ട് ആദ്യമേ നമ്മൾ വേദാന്തത്തിലേക്ക് പോകാം എന്ന് പറയാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞു, അതൊക്കെ സ്വീകരിച്ചുല്ലോ, അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് പൂർത്തിയാക്കണം. അല്ലെങ്കിൽ അപ്രസക്തമായി കൊഴിഞ്ഞു പോകണം. കൊഴിഞ്ഞു പോവാതെ കൊഴിഞ്ഞു പോയി എന്ന് അഭിമാനിച്ചിട്ട് കാര്യമില്ല. വലിയ വിഷമാണത്. ഈ എന്താണ്, നാടൻ കൂർക്കലും ആട്ടും കാഷ്ടം ഒരുപോലെ ഇരിക്കും കണ്ടാൽ. ഇപ്പോൾ കൂർക്കലൊക്കെ, നാടൻ കൂർക്കൽ കുറവാണ് അങ്ങാടിയിൽ, ഇപ്പോൾ ഒക്കെ കുറച്ച് വലുതാ. കൂർക്ക കിട്ടില്ലേ? നാടൻ കൂർക്ക ചെറുതായിരിക്കും, അതും ആട്ടും കാഷ്ടം ഏകദേശം ഒരുപോലെ ഉണ്ടാവും. ഇത് കൂർക്കലാന്ന് വിചാരിച്ചാൽ ആട്ടും കാഷ്ടം മുഴുകി അങ്ങനെ ഉണ്ടാവും. ആ തിരിച്ചറിവ് വരണം, എന്നിട്ടേ സന്യാസം പറ്റൂ. അല്ല, ഇവിടെ പറഞ്ഞ കർമ്മം ഉപേക്ഷിക്കുന്നതാ പറഞ്ഞത്. ഈ ഇത്രക്കൊക്കെ വിഷമാണെങ്കിൽ കർമ്മം ഉപേക്ഷിക്കാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് വയ്യാന്നാ പറഞ്ഞത്. ഉപേക്ഷിക്കാൻ പറ്റില്ല, അത് കൊഴിഞ്ഞു വീഴാൻ തന്നെ വേണം. കൊഴിഞ്ഞു വീഴാതെ കൊഴിഞ്ഞു വീണമെന്ന് അഭിമാനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ 8 വട്ടം കറക്കും. കറക്ക് കമ്പനി ആയിരിക്കും വരാം, നമ്മൾ കറങ്ങിയോട് കറക്കും. അപ്പം അതുകൊണ്ട് ഏതേ പ്ലവാഹ അദൃഢാഹ യജ്ഞരൂപാഹ, യജ്ഞരൂപത്തിലുള്ള ഈ തോണികൾ, ഈ കപ്പലുകൾ അദൃഢങ്ങളാണ്, ശക്തിരഹിതങ്ങളാണ്, ദുർബലങ്ങളാണ്. അതുകൊണ്ട് സംസാര സമുദ്ര തരണം അസാധ്യമാണ്. എന്നിരിക്കെ ഏതത് ശ്രേയ, ഇത് ശ്രേയസ്സാണെന്ന്
യേ അഭിനന്ദന്തി, ആരഭിനന്ദിക്കുന്നുണ്ടോ, ഇതാണ് ശ്രേയസ്. ജീവിതത്തിൽ ഏറ്റവും ശ്രേയസ് ഈ യജ്ഞം യാഗം ഒക്കെ ചെയ്യുന്നതാണ് എന്ന് ആരഭിനന്ദിക്കുന്നുണ്ടോ, തേ മൂഢാഹ, അവരുടെ പേരെന്താണ്, അവർ മൂഢന്മാരാണ്. ഇതാണെല്ലാം, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് യാവർ ഈ കർമ്മമാർഗത്തെ, യജ്ഞത്തെ, യാഗത്തെ അഭിനന്ദിക്കുന്നുണ്ടോ അവർ മൂഢന്മാരാണ്. എന്താ അവരുടെ ഫലം? ജരാമൃത്യും പുനരേവാപിയന്തി തേ, അവർ ജരാമരണങ്ങളെ വീണ്ടും വീണ്ടും പ്രാപിക്കും. വീണ്ടും ജര, വീണ്ടും മരണം, വീണ്ടും ജര, വീണ്ടും മരണം. ഒരു യാഗത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു. നമ്മൾ പോയി. വിളിച്ച് ദക്ഷിണ കിട്ടണ പണിയാന്ന് വെച്ചാൽ പോവാതിരിക്കുമോ? അങ്ങനെ പോയി വിളക്കൊക്കെ കത്തിച്ചു കൊടുത്തു. വിളക്കെല്ലാം കത്തിച്ച് ശരി. അപ്പം പിന്നെ ചിദാനന്ദ സ്വാമി ആണല്ലോ ചെന്നത്, മൈക്രോഫോൺ ഉടനെ വെച്ച് തന്നു, പ്രസംഗിക്കണം. അപ്പോൾ ഒരാൾ ചെവിയിൽ വന്നിട്ട്, സത്യമാണിത്, ഉള്ള പോലെയാണ് പറയണത്, ഒരു ഇതുമില്ല, ഈ യാഗനിർവഹണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സ്വാമി ഒന്ന് പറയണം, ജനങ്ങൾക്കൊരു വിശ്വാസം വരുത്താം. ഞാൻ പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല, മൈക്രോഫോൺ ഓണായിരുന്നു, അതിന് എന്നെ കിട്ടില്ല, നിങ്ങൾ പറഞ്ഞോളൂ. യാഗം നല്ലതാണ്, യാഗാദി കർമ്മങ്ങളിലൂടെ മനുഷ്യന് ഉയരാം എന്ന് ഞാൻ പറയും, തീർച്ചയായിട്ടും പറയാം. നിങ്ങൾ പറഞ്ഞാൽ 10 ഇരട്ടി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഞാൻ പറയില്ല. ഏറ്റവും ശ്രേഷ്ഠമല്ല, ഇത് അതിക്രമിക്കപ്പെടേണ്ടതാണ്. മനുഷ്യനെ ഉത്കൃഷ്ടതയിലേക്ക് ഉയർത്തും, ഒരു സംശയമില്ല. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഒന്നും ആയിട്ടില്ല. എന്നിട്ട് എന്നോട് പറയുകയാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് സ്വാമി ഒന്നങ്ങ് പ്രസംഗിച്ചേക്കണം. എന്തിനാ? സ്വാമിയൊക്കെ പറഞ്ഞാൽ അതിനൊരു വില ഉണ്ട്, എൻ്റെ വാക്കിന് വില ഇല്ലാണ്ടാക്കണോ? എന്തൊരു കഷ്ടം അത്. അത് പോയി, അപ്പം തന്നെ പോയി. ചിലപ്പോൾ അയാൾ പറയായിരിക്കും ഈ ചിദാനന്ദപുരി സ്വാമി മഹാ അഹങ്കാരിയാണെന്ന് പറയായിരിക്കും. നമുക്കെന്ത് വേണം? അഹങ്കാരം ഇല്ലാന്ന് അയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും ശ്രേഷ്ഠത ഞാനെങ്ങനെയാണ് പറയാം? ഇങ്ങനെ എന്തൊക്കെ അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഏതശ്രയ, ഇതാണ് ശ്രേയസ്. ഇത് വാസ്തവത്തിൽ പ്രയസാണ്. വാസ്തവത്തിൽ യാഗങ്ങളിലൂടെ നമുക്ക് നേടാനുള്ളത് ശ്രേയസ്സല്ല, പ്രയസാണ്. ബ്രഹ്മാവിന് ശ്രേയസ് വേണമെന്ന് പറഞ്ഞാലും ദേവേന്ദ്രന് ശ്രേയസ് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ വന്നിട്ട് പഠിച്ചോളണം. നീ ആരാ? ഞാൻ ദേവേന്ദ്രനാ. എന്തിനാ വന്നത്? കുറച്ച് വേദാന്തം പഠിക്കാൻ വന്നതാ, ഇരുന്നോ പഠിച്ചോളൂ. അതെ, മറ്റേ പ്രയസിൽ അവരേറ്റവും മികച്ചതാണ്, പ്രയസിൽ അവരേറ്റവും മികച്ചതാണ്. പിന്നെ നമുക്ക് ആകെ ഒരു സമാധാനം എന്താ വെച്ചാൽ ഈ പ്രയസിനെ കൊണ്ടാണ് നമ്മൾ മിക്കവാറും ശ്രേയസ്സെന്ന് പറയുക. അത് ശ്രദ്ധിച്ചില്ല? ഈ ഗ്രാമത്തിനും കുടുംബത്തിനും എല്ലാ ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് പ്രയസ് എന്നാണ് പറയേണ്ടത്. വിദ്വാൻമാർക്ക് പോലും പദപ്രയോഗം ശരിയായി ഉപയോഗിക്കാൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. പക്ഷെ സമ്പ്രദായത്തിൽ പഠിച്ചാൽ ആൾക്കാർ തെറ്റ് പറയില്ല. നിങ്ങൾക്കെല്ലാം ഈ ഗ്രാമത്തിലെല്ലാം ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്നൊന്നും പറയില്ല, പ്രയസ് ഉണ്ടാവട്ടെ എന്നേ പറയുള്ളൂ. എല്ലാ സുഖവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ. ശ്രേയസ് മോക്ഷമാണ്. ഗ്രാമം മുഴുവൻ മോക്ഷത്തേക്ക് പോയ എന്താ കഥ? ആകെ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ശ്രേയസ്സും ബാക്കി എല്ലാവർക്കും പ്രയസ്സും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ പിന്നെ എല്ലാവർക്കും പ്രയസ് ഉണ്ടാവട്ടെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ, ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറയുക. അതുകൊണ്ട് എന്താ അവരുടെ ഫലം? പുനരേവാപിയന്തി കേ, വീണ്ടും വീണ്ടും വന്നു ചേരുന്നു. ആര്? ജരാമൃത്യും, ജരാമൃത്യുവെ വീണ്ടും വീണ്ടും അവർ പ്രാപിക്കുന്നു. അപ്പം ജരാമൃത്യുവെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജന്മ മരണ ജന്മ മരണ ജന്മ മരണ ചക്രഗതികൾ അവർക്ക് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ശരി, അല്പം കഴിഞ്ഞ് തുടരാം.
ഓം ഭദ്രം കർണേഭിः ശൃണുയാമ ദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരङ्गैस्तुष्टुवांसस्तनोभिर्व्यसेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांति।